നമസ്കാരം. മിതമായ കാലാവസ്ഥ ഇന്ത്യക്ക് അന്യമാകുകയാണെന്ന് കാണിക്കുന്ന പഠനം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. 2025 ആദ്യ 9 മാസത്തെ കാലാവസ്ഥാ സംഭവങ്ങൾ വിശകലനം ചെയ്യുന്ന പഠനം നടത്തിയത് ഡൽഹി ആസ്ഥാനമായ സെന്റർ ഫോർ എൻവയോൺമെന്റ് ആൻഡ് സയൻസ് ആണ്. ഒന്നുകിൽ തീവ്ര മഴ, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, ഇതൊന്നുമല്ലെങ്കിൽ കഠിനമായ വേനൽ. ഇതാണ് സംഭവിക്കുന്നത്. 4064 പേർ മരിക്കുന്നതിനും 9,70,00,000 ഹെക്ടറിലെ കൃഷി നശിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം വഴിവെച്ചു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏതെങ്കിലും ഒരിടത്ത് എല്ലാ ദിവസവും തീവ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്നു എന്നതാണ് വെല്ലുവിളിയാകുന്നത്. 2017 ഓഖിയിൽ തുടങ്ങി പ്രളയങ്ങളും മണ്ണിടിച്ചിലും കാറ്റും ഇടിമിന്നലുമായി കഴിഞ്ഞ 9 വർഷമായി കാലാവസ്ഥയുടെ ഭീകരമുഖം കേരളം നേരിട്ട് അനുഭവിക്കുകയാണ്. ഇക്കൊല്ലം 273 ദിവസങ്ങളിൽ 147 ദിവസങ്ങളാണ് സംസ്ഥാനത്ത് തീവ്രവും അതിതീവ്രവുമായ കാലാവസ്ഥ അനുഭവപ്പെട്ടത്. പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഈ വർഷം കാലാവസ്ഥാ മാറ്റത്തിൽ ഏറ്റവും വലഞ്ഞത്. പ്രളയവും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഒന്നിനു പിറകെ ഒന്നായി എത്തുന്ന അവസ്ഥയായിരുന്നു. മഴ മാത്രമല്ല 2025 തീവ്ര കാലാവസ്ഥാ വർഷമായി മാറ്റുന്നത്. ഈ ജനുവരിയായിരുന്നു 1901 ശേഷം ഏറ്റവും വരൾച്ച അനുഭവപ്പെട്ട 5 വർഷങ്ങളിലൊന്ന്. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം നിലവിൽ അതിശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പേമാരിയാണ്. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നവംബർ 26 ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ UAE നൽകിയ സെൻയാർ എന്ന പേരിലാകും അറിയപ്പെടുക. സീസണിലെ രണ്ടാമത്തേതും ഈ വർഷത്തെ മൂന്നാമത്തേതും ചുഴലിക്കാറ്റായിരിക്കും ഇത്. തെക്കൻ ആൻഡമാൻ കടലിനും സമീപ പ്രദേശങ്ങളിലും അന്തരീക്ഷ ചംക്രമണം കാരണം ഇന്നലെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇപ്പോൾ അത് ആഴത്തിലുള്ള ന്യൂനമർദ്ദ മേഖലയായി വികസിച്ചിരിക്കുന്നു. നാളെ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങാനും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. ഇതുമൂലം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടി മഴ പെയ്യാനും സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ബംഗാൾ ഉൾക്കടലിനും തെക്കേ ഇന്ത്യക്ക് മുകളിലും കിഴക്കൻ കാറ്റ് വീണ്ടും സജീവമാകാൻ തുടങ്ങുന്നതോടെ തെക്കേ ഇന്ത്യയിലും വീണ്ടും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നു. സെൻയാർ ആദ്യം ഒരു ആഴത്തിലുള്ള ന്യൂനമർദ്ദമായി മാറുകയും പിന്നീട് അതിവേഗം ഒരു ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നത്. കൊടുങ്കാറ്റായി മാറിയ ശേഷം കിഴക്കൻ തീരത്തേക്ക് നീങ്ങുമെന്ന് കരുതപ്പെടുന്നു. നവംബർ 24 ന്യൂനമർദ്ദമോ ആഴത്തിലുള്ള ന്യൂനമർദ്ദമോ എത്തുമ്പോൾ മാത്രമേ ചുഴലിക്കാറ്റിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. നവംബർ 27 29 ഇടയിൽ ചുഴലിക്കാറ്റ് കര തൊടുമെന്നാണ് കരുതപ്പെടുന്നത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. എന്തായാലും ഈ സെൻയാർ ചുഴലിക്കാറ്റ് കേരളത്തെയും ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വർഷത്തെ ഒന്നാമത്തെ വളരെ ഭീകരമായ ഒരു ചുഴലിക്കാറ്റായിരിക്കും ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. അതേസമയം ന്യൂനമർദ്ദം ഇന്നലെ രൂപപ്പെട്ടു കഴിഞ്ഞു. ഇതിന്റെ സ്വാധീന ഫലമായിട്ട് ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിരിക്കുന്നത്.